ഹായ് വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജിൻ ആൻഡ് എൻ്റെ കൂടെ ശില്പ മിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനെ കുറിച്ച്. അപ്പം ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഏത് ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കും അത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇന്ന ഗ്രാജുവേഷൻ വേണം അങ്ങനെയൊന്നും ഇല്ല, ഏത് ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കും അത് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി വരാതിരിക്കുന്ന എക്സാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാം അതാണ്. അപ്പോൾ ഒരുപാട് പേരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. CGLനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിതിന് മുമ്പും നമ്മുടെ ചാനൽ വഴി ഒരുപാട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മിനി സിവിൽ സർവീസ് എന്നാണ് ഈ ഒരു CGLന്റെ എക്സാമിനെ അറിയപ്പെടുന്നത്. ബിക്കോസ് അത്രയും നല്ല പോസ്റ്റിലേക്കും അത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് അതിന്റെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത്. പലർക്കും CBI കയറണം, NIA ജോയിൻ ചെയ്യണം, ഇൻകം ടാക്സ് ഓഫീസർ ആവണം, പ്രിവെന്റീവ് ഓഫീസർ ആവണം, ആ ഒരു വൈറ്റ് യൂണിഫോം അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിന്റെ ഒക്കെ പവർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡ്രീം ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സമയമുണ്ട്, എക്സാമിന് ഇനി ഒരുപാട് സമയമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം CGL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തൊട്ടേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നമ്മൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പോഴേ എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് വേണ്ടിയത്, എങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്യേണ്ടത്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിത്ത് ഓരോ ഡേ എന്ത് ടോപ്പിക് നോക്കണം എന്നടക്കമുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CGLന്റെ എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് പഠിക്കുന്ന ഒരുപാട് പേര് കാണും, ചിലപ്പോൾ ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് എന്താ ഈ എക്സാം, അതുപോലെ തന്നെ എന്ത് പോസ്റ്റ് ആണ് വിളിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ സിലബസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് നമ്മുടെ ആ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ CGLന്റെ കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞു, നമ്മുടെ മിനി സിവിൽ സർവീസ് ആണല്ലേ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, അയ്യോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ബിക്കോസ് കാലണ്ടറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജൂൺ 2024 ഈ വർഷം ജൂണിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരിക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വലിയ ഗ്യാപ്പൊന്നും ഇല്ല. സോ സെപ്റ്റംബർ ടു ഒക്ടോബർ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക. സോ ഇത് നമുക്ക് IASനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഇത് മുന്നിൽ കണ്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമാണ്, സാറ് പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഏത് ദിവസം എന്ത് പഠിക്കണം എന്ന് വരെ കറക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആ സീരിയസ്നെസ്സിൽ തന്നെ ഈ സാറ് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാനിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ ആദ്യമേ പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് മനസ്സിലായല്ലേ. അപ്പോൾ ഡേറ്റ് മനസ്സിലായെങ്കിൽ ഇനി എക്സാം വരെ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കണം. പഠിക്കാനാണെങ്കിൽ ആ എത്ര സമയം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂണിൽ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിലും നമ്മുടെ എക്സാം നടക്കുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എക്സാക്ട് ഒരു ഡേറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം നോക്കി കഴിഞ്ഞാൽ മെയ് ആണ്, ഇപ്പം അതിനുശേഷം നമുക്ക് ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്. ഈ 3 മാസം നമുക്ക് എന്തായാലും കിട്ടും. എന്ന് പറഞ്ഞാൽ ആ ഒരു 90 ഡേയ്സ് അല്ലെങ്കിൽ 91-92 ഡേയ്സ് നമുക്ക് എന്തായാലും കിട്ടും. അതുകൂടാതെ മെയിൽ ഇനി ബാക്കിയുള്ള ദിവസം, അതുപോലെ തന്നെ സെപ്റ്റംബർ ഹാഫ് കഴിഞ്ഞ് എന്തായാലും എക്സാം കാണത്തുള്ളൂ. സോ എങ്ങനെയായാലും നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ആ ഒരു 3 മാസത്തെ 30 എന്ന റാങ്കിൽ എടുത്താൽ 90യും ഈ മാസം ഒരു ഹാഫും നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ മന്ത് ഹാഫ് എടുത്താൽ പോലും ഏറ്റവും മിനിമം എടുത്താൽ പോലും നമുക്ക് ഏകദേശം ഒരു 120 ഡേയ്സ് അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ എക്സാം തുടങ്ങുന്നത് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒക്ടോബറിലാകാം. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമുക്ക് അവിടെ മേ ബി ഒരു മാക്സിമം 150 ഡേയ്സ് വരും. നമ്മൾ ഒക്ടോബർ ഹാഫ് എന്നുകൊണ്ട് ഇലക്ഷന്റെ കൂടി കേസസ് ഉണ്ടായതുകൊണ്ട് മേ ബി കുറച്ച് ഡിലേ വരുവാണെങ്കിൽ പോലും നമുക്കവിടെ മേ ബി അത് 150 ഡേയ്സ് വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 150 ഡേയ്സ് വരെ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു 30 ഡേയ്സ് അഡീഷണൽ അവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ പ്രിപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ. ആൻഡ് എങ്ങനെയായാലും നമുക്കൊരു 120 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമുക്കൊരു 140 ഡേയ്സോളം എന്തായാലും കിട്ടുന്നുണ്ട്. ബിക്കോസ് മെയിലും നമുക്ക് ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ എക്സാമിനേഷനെ പറ്റി ബേസിക്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇഷ്ടം പോലെ വളരെ കവറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്പർ 1 പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ. ഓൾമോസ്റ്റ് 1.5 വരെ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റുകളാണ്. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ ഇനി അതിൽ തന്നെ നെക്സ്റ്റ് വരുന്ന അടുത്ത പോസ്റ്റുകൾ ഒക്കെ വളരെ
ഫേമസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ CBICയിൽ അതായത് ഇൻകം നമ്മുടെ സെൻട്രൽ എക്സൈസിലെ ഇൻസ്പെക്ടറായിട്ട് വരുന്നു. അതുപോലെ തന്നെ CBIയിലെ ഇൻസ്പെക്ടറായിട്ട്, ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് CBNലെ പോസ്റ്റുകളും, അങ്ങനെ ഇഷ്ടം പോലെ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഈ പോസ്റ്റുകളുടെയൊക്കെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 years ആണ്. ചോദിക്കുന്ന അപ്പം നിങ്ങൾ കാണാം 18 അല്ലെങ്കിൽ 20 തൊട്ട് തുടങ്ങുന്നത്. അതെന്തായാലും എല്ലാവർക്കും കാണും. മാക്സിമം അവിടെ വരെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് 30 വരെ പോകാം. പക്ഷെ എല്ലാ പോസ്റ്റും 30 അല്ല എന്നുള്ളതുകൊണ്ട് ചില പോസ്റ്റിന് 32 ഉണ്ട്, എന്നാൽ ചില പോസ്റ്റിന് 27, 28 ആ ഒരു റേഞ്ചും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കാണാൻ പറ്റും മെജോറിറ്റി പോസ്റ്റിന് എന്ത് തന്നെയാണ് 30 തന്നെയാണ്. അപ്പൊ മിക്കവാറും എല്ലാവർക്കും ഒരു മെജോറിറ്റി ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമുണ്ട്. അൺറിസർവ്ഡിന്റെ ആണ് 30 എന്ന് പറയുന്നത്. ഒബിയസ്ലിക്ക് വരുമ്പോൾ 33 ആവും, SC/ST വരുമ്പോൾ 35 ആകും. അങ്ങനെ ഡിഫറൻസസും വരുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേജർ പോസ്റ്റുകൾ വരുന്നത്. ഇവിടേതാ നമ്മുടെ JSOന്റെ പോസ്റ്റിന് മാത്രം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ പോസ്റ്റിന് മാത്രം 32 years ആണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ബാക്കി വരുന്ന പോസ്റ്റുകളൊക്കെ തന്നെ എല്ലാം 30 years തന്നെയാണ് വരുന്നത്. ഒക്കെ ഗ്രൂപ്പ് B പോസ്റ്റുകൾ തന്നെയാണ്. ഇനി ഇതിലെ ഒരേ ഒരു ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് ഡയറക്ട്ലി എൻട്രി ലെവൽ ആയിട്ടുള്ള പോസ്റ്റാണ്. ഇനി നമുക്ക് NIA വരുന്നത് സബ് ഇൻസ്പെക്ടർ ആയിട്ട് കയറുക, ഓഫീസറായിട്ട് കയറുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ 30 years വരെ അതും പറ്റും. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഏജ് ആണ് 27 years വരെയുള്ളൂ. 7 years വരെയാണ് അതിന്റെ എല്ലാ ഏജ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ പേ ലെവലും നിങ്ങൾക്ക് കാണാം. സോ എല്ലാം ഒരു 1 lakh റേഞ്ചിൽ നിന്ന് താഴേക്ക് പോകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 60-70 അബവ് പോസ്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റ് എല്ലാം കണ്ടു. നിങ്ങൾക്കറിയാം ജസ്റ്റ് ഒരു 1-2 പോസ്റ്റിലേക്ക് അല്ല വിളിക്കുന്നത്. ഏകദേശം നമ്മുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ തന്നെ 36 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെ ചൂസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അത്രയും നല്ല മാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മാർക്ക് എത്രയൊക്കെ സ്കോർ ചെയ്യണം, എന്തൊക്കെയാണ് ചോദിക്കുന്ന ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിൽ മെയിൻ ആയിട്ട് 2 ഫേസ് ആണുള്ളത്, Tier 1 Tier 2 ഫേസ് ആണുള്ളത്. ഇനി Tier 1ലേക്ക് വരുമ്പോൾ അതപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഫേസ് ആണ് Tier 1 എന്ന് പറയുന്നത്. എല്ലാവരും എഴുതും Tier 1ന്റെ ആ ഒരു ഫേസ്. അപ്പോൾ ആ ഒരു ഫേസിൽ നമുക്ക് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ റീസണിംഗ് എന്ന് പറയും. അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, നമ്മുടെ മാത്സിന്റെ പോർഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത്. എല്ലാ സബ്ജക്റ്റും ക്യാരി ചെയ്യുന്നത് ഈക്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്നത്. അതിനെല്ലാം തന്നെ ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ 25-ന് മുമ്പിൽ മാർക്കായിട്ട് 50 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ മൊത്തം നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് ക്യാരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 200 മാർക്സിലാണ് എക്സാം നടക്കുന്നത്. ഈ ഒരു എക്സാം എഴുതാൻ നമുക്ക് 1 മണിക്കൂർ 60 മിനിറ്റ് ടൈം ആണുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു നല്ല ടൈം മാനേജ്മെന്റ് അവിടെ വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് 60 അല്ല 60 100 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും എങ്ങനെയാണ് ചെയ്യേണ്ടത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഈ ഒരു Tier 1ന്റെ എക്സാം നമ്മൾ എഴുതി കഴിയുമ്പോൾ യൂഷ്വലി നമുക്ക് ഇതിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത് റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ യൂഷ്വലി ഒരു കട്ട് ഓഫ് വരുന്നത് നമുക്ക് 150 റേഞ്ചിലാണ് കട്ട് ഓഫ് വരുന്നതെന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം 150+ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഉറപ്പ്, ലൈക്ക് നിങ്ങളുടെ ഒരു സെലക്ഷൻ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതില് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതിൽ ചില പോസ്റ്റുകൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. AO ഉണ്ട്, അതുപോലെ JSO ഉണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് കട്ട് ഓഫ്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് കൂടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കട്ട് ഓഫ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഒരു കട്ട് ഓഫ് പ്ലാൻ ചെയ്യേണ്ടത് 170+ കട്ട് ഓഫ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു 170+ സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിന് വേണമെങ്കിലും സെലക്ഷൻ കിട്ടും. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ആ ഒരു 170 കിട്ടി നിങ്ങൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അടുത്ത് പോകുന്നത് അടുത്തതിന്റെ 2ാമത്തെ ഫേസ് ഓഫ് എക്സാമിലേക്ക് ആയിരിക്കും Tier 2 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ Tier 2ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയൊരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടി ചേർത്ത് ഒറ്റ എക്സാമാണ്, പല എക്സാംസ് അല്ല, ഒരു സിംഗിൾ എക്സാം ആണ്. നമുക്ക് ഈ ഒരു എക്സാമിന് പല സെക്ഷൻസ് ആയിട്ടും പല സെഷൻസ് ആയിട്ടും ഒക്കെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെഷൻ 1ൽ വരുന്നത് നമുക്ക് 2 സെക്ഷൻസ് ആണ്. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് മാത്സും റീസണിങ്ങും വരുന്നുണ്ട്.
രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. ഇനി ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാത്സും റീസണിങ്ങിനും ഒരേപോലെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത്. സോ ടോട്ടൽ 60 ക്വസ്റ്റൻ ആണ് വരുന്നത്. അതേ സ്ഥലത്ത് നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് 45ഉം അതേ സ്ഥലത്ത് GS ആണെങ്കിൽ നമുക്ക് 25 ക്വസ്റ്റൻസും ആണ് വരുന്നത്. അപ്പൊ അവിടെ വെയിറ്റേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വരുമ്പോൾ അവിടെ വെയിറ്റേജ് മാറുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റിന്റെ കൗണ്ടിനും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റൻസിനും ക്യാരി ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് നേരത്തെ പോലെ 2 മാർക്കല്ല 3 മാർക്കാണ്. പക്ഷെ അതിലും വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്ത് നേരത്തെ tier 1 ആണെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എത്രയാന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ 0.5. 2 മാർക്കിന്റെ 1/4 0.5 ആണ്. പക്ഷെ ഇവിടെ എങ്ങനല്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ 3 മാർക്കാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ പോകുന്നത് 1 മാർക്കാണ് എന്ന് പറഞ്ഞാൽ 1/3 ആണ് നെഗറ്റീവ് വന്നാൽ പോകുന്നത്. അവിടെ 1/4 ഉള്ളെങ്കിൽ ഇവിടെ 1/3 ആണ്. അപ്പൊ 3 മാർക്ക് കിട്ടും അല്ലെങ്കിൽ 1 മാർക്ക് പോകും നമ്മൾ തെറ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ടോട്ടൽ സ്കോറും കാണാൻ പറ്റും. മാക്സിമം മാർക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ 1ലേക്ക് വരുമ്പോൾ 180 ആണ്. നമ്മുടെ ഈ ഒരു സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ 210 ആണ്. ബിക്കോസ് 60 ക്വസ്റ്റൻസും 70 ക്വസ്റ്റൻസും ആണ് വരുന്നത്. ഇനി ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇത്രയേ അല്ല, ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇത്രയും നിങ്ങൾക്കറിയാം നമുക്ക് എവിടെയും പഠിക്കുന്നതാണ്. നമ്മുടെ Tier 1 കവർ ചെയ്യുന്ന ടോപ്പിക്സ് തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രിപ്പറേഷൻ Tier 1 വേണ്ടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ Tier 2 കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോകണം സമയം എടുത്ത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഉണ്ടോ ഇതല്ലാതെ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ നോളജ് നമുക്ക് അവിടെ അഡീഷണൽ വരുന്നുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ നോളജ് വരുമ്പോഴത്തേനും നമുക്ക് അവിടെ വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റൻ ആണ്. പക്ഷെ അഗെയിൻ ഇതിന്റെ മാർക്ക് നമ്മുടെ എക്സാമില് നമ്മുടെ ടോട്ടൽ മാർക്കിൽ എടുക്കത്തില്ല. ഇതൊരു ക്വാളിഫയിങ് മാത്രമാണ്. ഉറപ്പായിട്ട് ഇതിനൊരു കട്ട് ഓഫ് കാണും. ഉറപ്പായിട്ട് ഇതിനൊരു കട്ട് ഓഫ് ആണ്. നമുക്ക് 20 ക്വസ്റ്റൻ ഉണ്ട്, 3 മാർക്ക് വെച്ചാണ് ഇവിടെയും വരുന്നെങ്കിൽ 60 മാർക്കാണ് വരുന്നെങ്കിൽ പക്ഷെ നമുക്ക് അവിടെ ഒരു കട്ട് ഓഫ് ആണ്. ആ ഒരു കമ്പ്യൂട്ടർ ക്ലിയർ ചെയ്യുന്നവരുടെ മാത്രമേ എന്ത് നോക്കത്തുള്ളൂ, ഈ ഒരു പോർഷൻ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഓവറോൾ സ്കോർ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ 180ഉം 210ഉം കൂടി പ്ലസ് ചെയ്ത് 390ലാണ് നമ്മുടെ ഓവറോൾ സ്കോർ വരുന്നത്. നമ്മൾ സ്കോർ എടുക്കുന്ന സമയത്ത് എന്ത് വരത്തില്ല, അത് വരത്തില്ല. നമ്മളത് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കത്ത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സമയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ സെക്ഷനും ഓരോ മണിക്കൂർ വെച്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സെക്ഷന് വേണ്ടി ഒരു 15 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ലാസ്റ്റിൽ നമ്മുടെ സ്കിൽ ടെസ്റ്റ് നോക്കുന്ന സ്ഥലത്ത് ഒരു ടൈപ്പിംഗ് കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ടൈപ്പിംഗും അടുത്തൊരു ദിവസമോ വേറൊരു ഡേറ്റിലോ അല്ല കണ്ടക്ട് ചെയ്യുന്ന പഴയ പോലെ ഈ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കാണും. ലൈക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ ഒരു സ്കിൽ ടെസ്റ്റ് അവിടെ വെച്ച് തന്നെ തീരും. അപ്പൊ ഒരു നല്ലതാണ്. നമ്മൾ പിന്നെയും അടുത്തൊരു Tier 3 അല്ലെങ്കിൽ Tier 4 സ്കിൽ ടെസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സ്കിൽ ടെസ്റ്റിന്റെ കൂടെ അങ്ങ് കഴിയും, Tier 2 കൂടെ തന്നെ അങ്ങ് തീരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ Tier 2 പാറ്റേണിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി ഈ പറഞ്ഞ സബ്ജക്ട്സിലൊക്കെ തന്നെ ഒരു സിലബസ് ഉണ്ട്. അപ്പൊ സിലബസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് പോലെയാണ് ഒരു നോട്ടിഫിക്കേഷന്റെ PDF കൊടുത്തിരിക്കുന്നത്. അതേ പാരഗ്രാഫ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കണ്ട് പേടിക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ ഡീറ്റെയിൽഡ് പ്ലാനിൽ നമ്മൾ ഇതിന്റെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് വരെ നമ്മൾ അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം റീസണിങ്ങിൻ്റെ സിലബസ് കാണാം. സ്ഥിരം വരുന്ന അതേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. റീസണിങ്ങിൽ അനാലജി, പിന്നെ ക്ലാസിഫിക്കേഷൻ, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ആ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ മാത്സിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്പർ സിസ്റ്റംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ടൈപ്സ് ഓഫ് നമ്പേഴ്സും എല്ലാം കവർ ചെയ്ത് പിന്നെ നമ്മുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള അരിത്മെറ്റിക്സ് ഒക്കെ വെച്ചിട്ടുള്ള പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട്. സോ അതിൽ കുറച്ച് ഹിസ്റ്റോഗ്രാംസ് ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി അതിനുശേഷം ബാക്കി നമ്മുടെ അഡ്വാൻസ് മാത്സ്, നമ്മുടെ ജിയോമെട്രി ഉണ്ട്. അതുപോലെ തന്നെ മെൻസുറേഷനും വീണ്ടും ട്രിഗ്നോമെട്രി, ഇതൊക്കെ ആയിരിക്കില്ലേ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവർക്കും. പഠിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നമ്മുടെ 2 വർഷമായിട്ട് ഈ ഒരു പാറ്റേൺ മാറിയതിനു ശേഷം ചോദിക്കുന്ന ക്വസ്റ്റൻസ് അത്രയും സിമ്പിൾ ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഓൾജിബ്രയിലും ഈ ട്രിഗ്നോമെട്രിയിലും ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഫോർമുല അതേപോലെ ചോദിക്കുന്നത്. അപ്പൊ ഈ 2 വർഷമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഐഡന്റിറ്റീസും ഫോർമുലാസും മാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അതും ആ ഒരു ബേസിക് ലെവൽ തന്നെയാണ്. ഒരു 10th ലെവൽ വരെയുള്ള ഇംഗ്ലീഷ് തന്നെയാണ് ഉണ്ടാവുക. സോ എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കോമൺ ആയിട്ടുള്ള വൊക്കാബുലറി, ഓപ്പോസിറ്റ് വേർഡ്സും സിമിലാരിറ്റീസ്, സിമിലർ വേർഡ്സും, സിനോണിംസും ആന്റണിംസും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വീണ്ടും പാരാഫ്രേസിങ്, പാരാ ജംപ്ലിംഗ്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ വരുന്നത്.
ഇനി വരുന്നത് നമ്മുടെ GA ആണ്, ജനറൽ അവയർനെസ്. അപ്പോൾ അതിൽ കൂടുതൽ വെയിറ്റേജ് സൂര്യന് കീഴിലുള്ളതെല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, പൊളിറ്റി അങ്ങനെ എല്ലാം വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരിക്കും, ബാക്കിയൊക്കെ സ്റ്റാറ്റിക് GK എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് കടക്കാൻ നമ്മുടെ ഈ സെഷൻ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഇതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 120 to 150 ഡേയ്സ് നമുക്ക് എന്തായാലും കിട്ടും ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി. നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അശ്വ 2 മാസം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇനി ഇത് പറ്റത്തില്ല എന്ന് തോന്നും. പക്ഷേ ഇപ്പോഴേ നോക്കി കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചൊരു ഡിഫറെന്റ് ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുക. ആദ്യമേ നിങ്ങൾ കവർ ചെയ്യേണ്ടി നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്സിന്റെ ഒക്കെ തന്നെ ഒരു വളരെ എന്താ പറയുക നോളജ് വേണം, ഒരു ഫൗണ്ടേഷൻ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ടോപ്പിക്സിന്റെ ബേസിക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഹെവി ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണ്. ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുത്ത് പഠിക്കുക, പ്രൊഫഷണൽ ലോസോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഒക്കെ ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് കാണും. അപ്പൊ ആ ഏരിയാസ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതും നിങ്ങൾക്ക് അതിൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും, ട്രെൻഡ് മാറുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയുടെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ ബാക്കിയുള്ള അഡ്വാൻസ് പ്രാക്ടീസിലേക്കും. വൺസ് അഡ്വാൻസ് പ്രാക്ടീസ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിൽ വീക്ക് ആയിട്ടുള്ള കുറെ ഏരിയാസ് കാണും. ആ ഒരു വീക്ക് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ആൻഡ് പിന്നെ നമ്മുടെ ആ ഒരു കണ്ടിന്യൂ മോക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കോർസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗോളിലേക്ക് എത്തിക്കുക. നമ്മൾ നേരത്തെ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞായിരുന്നു, 150, 170 ആ ഒരു കൗണ്ടിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അപ്പം നമുക്കത് എങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മുടെ ബേസിക് ലെവൽ. അപ്പോൾ ബേസിക് ലെവലിൽ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വലിയൊരു ടേബിൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ടേബിൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ജസ്റ്റ് എന്താ പറയുക നമ്മുടെ റീസണിങ് എന്ന് മാത്രമല്ല ഇട്ടേക്കുന്നത്, ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോ ടോപ്പിക് അടക്കം നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേ വൈസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും നമ്മൾ എത്ര ഡേയ്സ് കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേബിൾ ഇതേപോലെ ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ക്ലിയർ ചെയ്യാനും നല്ലൊരു സ്കോർ കിട്ടാനും നിങ്ങളത് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഡേയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമുക്ക് പഠിക്കാനുള്ള 4 സബ്ജക്റ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ടൈം കണ്ടിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ഒരുപാട് പേര് വിചാരിക്കും ഇതെല്ലാം കൂടി കുറേ 8-10 മണിക്കൂറുണ്ടല്ലോ, എനിക്ക് ഇത് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന പോലെ. ഇതിപ്പോൾ ഒരു ടൈം എന്ന് പറയുന്നത് റഫ് ടൈമിംഗ് ആണ് ഇട്ടേക്കുന്നത്. എസ്പെഷ്യലി ഇപ്പം കോളേജ് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലോ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ സ്ഥലത്ത് എന്ത് ചെയ്യുക, 1 മണിക്കൂർ കൊടുക്കുക, 1.5 മണിക്കൂർ സ്ഥലത്ത് നിങ്ങൾ അതിനെ 3/4 മണിക്കൂറോ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈമിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതൊന്ന് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മളവിടെ കോൺസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 2 to 3 hours ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 hours ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് മേ ബി ഒരു 1.5 മണിക്കൂറേ വേണ്ടി വരും. പക്ഷെ നിങ്ങൾ കുറച്ച് അധികം വീക്ക് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് 3 പകരം ചിലപ്പോൾ 4 വേണ്ടി വന്നു എന്നും വരാം. അപ്പം നമുക്കവിടെ ഓരോ ടോപ്പിക്സിനെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തേക്കും കാണാം. അതേപോലെ തന്നെ നമ്മളവിടെ കളർ ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ കളർ ചേഞ്ച് ആവുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില വലിയ ടോപ്പിക്സോ ചില കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ബേസിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെ എക്സ്ട്രാ ഡേയ്സ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ കാണാൻ പറ്റും റേഷ്യോ പ്രൊപ്പോർഷൻ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ അവിടെയും എക്സ്ട്രാ ഡേയ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് എടുത്തോടെ കാണാം. ഞാൻ മൊത്തം വായിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ആ ഒരു ടോപ്പിക് ഇല്ല പല ടോപ്പിക്സും നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കത്തുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏജസോ പാർട്ണർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും വേണ്ട. ഏജസ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് കൊണ്ട് നോക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റേ ഉള്ളൂ. റേഷ്യോ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഏജസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടേക്കും. അതെ, നമ്മുടെ ആ ഒരു പാർട്ണർഷിപ്പ് ഏജസിലേക്കൊക്കെ വരുമ്പം അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റേഷ്യോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ അറിയാവുന്ന ഒരാൾക്ക് സുഖമായിട്ട് ആ ചാപ്റ്റേഴ്സ് നോക്കാൻ പറ്റും. ഇനി നമ്മൾ റീസണിലേക്ക് പോവുകയാണെങ്കിൽ
റീസണിംഗിൽ ഇപ്പം അതേപോലെ തന്നെ ടോപ്പിക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2 hours ഡ്യൂറേഷൻ ഉണ്ട്. സർ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പം വേറെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ CGL-ലേക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 hours വേണ്ടി വരില്ല. കാരണം വേറെ എക്സാംസിലും ഒരുവിധം സെൻട്രൽ ഗവൺമെൻറ് എല്ലാ എക്സാംസിലും ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഈ ബ്ലഡ് റിലേഷൻ വീണ്ടും നിങ്ങൾ ഫ്രം ദ സ്ക്രാച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അന്നേരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നിന്നും ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സിൻ്റെ ഡിഫറൻസ് ഏതാണ്. നിങ്ങളിപ്പോൾ ബാങ്കിങ് ആണ് നോക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഇതിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറെൻറ്റ് ആ ഒരു ചോദ്യത്തിൻ്റെ രീതി മാറുന്നത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കോൺസെപ്റ്റ്സ് കവർ ചെയ്യുക. ബാക്കി വരുന്നതൊക്കെ നമ്മുടെ സാധാരണ വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലോക്ക് ആൻഡ് കാലണ്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 hours കൊണ്ട് ഇപ്പം ശരിയാവുന്നില്ല. കാലണ്ടറിൽ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിൻ്റെ സൈക്കിൾ പിന്നെയും വരുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്ത് പോകാൻ പറ്റും. അതെ, അതേപോലെ എനിക്കൊന്ന് മിസ് ഈ ഒരു നമ്മുടെ പേപ്പർ വെച്ചുള്ള ഫോൾഡിങ്ങും അതിനൊക്കെ നമുക്കിവിടെ പഠിക്കാനൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഒക്കെ വലിയ സമയം വേണ്ടെങ്കിൽ നമുക്ക് ചില തീരാത്ത ടോപ്പിക്കിന് സമയം എന്ത് ചെയ്യാം, അവിടെ നിന്നും കുറച്ചൊക്കെ എടുക്കാൻ പറ്റും. അത് അവിടെ മാത്രമല്ല, ഇവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഏജസ് പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരുപാട് സമയം വേണ്ട. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് തീരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയം ബാക്കിയുള്ള കുറച്ചുകൂടി ടൈം എടുക്കുന്ന ടോപ്പിക്സിലേക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഇംഗ്ലീഷിൽ നിങ്ങൾ കാണാം, നമ്മൾ ചുമ്മാ സാധാരണ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സിൻ്റെ പേരല്ല ഇട്ടേക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ അവിടെ കവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഏരിയ നിങ്ങൾ കാണാൻ പറ്റും. ഗ്രാമർ പോർഷൻ ആദ്യമേ കവർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകത്തുള്ളൂ, ശരിക്കുള്ള ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്കിലേക്ക് പോകത്തുള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ട ഇംഗ്ലീഷിൻ്റെ നമ്മുടെ SSC കൊടുക്കുന്ന സിലബസിൻ്റെ അകത്ത് ഇതൊന്നും തന്നെ ഇല്ല. ഇതൊന്നും തന്നെ അവിടെ ഇല്ല. ഇത് നമ്മളവിടെ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഇട്ടിരിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരിക്കുന്ന സംഭവമാണത്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് സെന്റൻസ് കറക്ഷൻ. അതെ, നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗ്രാമർ അറിയാൻ നമ്മൾ സെന്റൻസ് പോയി എന്ത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ്ലി ആ ഒരു ടോപ്പിക്സിലേക്ക് പോകേണ്ടത്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗ്രാമർ പഠിക്കാതെ ആ ടോപ്പിക്സിലേക്ക് പോയി നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി എന്നിട്ടും പിന്നെ കുറേ കഴിയുമ്പോൾ നിങ്ങൾ കുറേ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ അപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് തോന്നും ഇത് ശരിയാവുന്നില്ലല്ലോ അങ്ങോട്ട്. നമ്മുടെ ഗ്രാമർ പോർഷൻ അത്രയും സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയാസ് ക്ലിയർ ആവത്തുള്ളൂ. നമ്മൾ ഇത് സ്ട്രോങ് ആക്കാതെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഫൗണ്ടേഷൻ ഇല്ലാതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി അത് വീക്ക് ആയിരിക്കും. സോ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വളരെ ചെറിയ ടോപ്പിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഏരിയാസ് ഒക്കെ തന്നെ അത്യാവശ്യം 10 to 15 ഡേയ്സിൻ്റെ അകത്ത് അതെല്ലാം കവർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർ ടോപ്പിക്സിലേക്ക് നമ്മുടെ ആ ഒരു ഗ്രാമർ പോർഷൻ ഏകദേശം ഇവിടെ വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പണ്ട് നമ്മൾ സ്കൂളിൽ എനിക്കൊന്ന് നമ്മൾ 7ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് ചെയ്യുന്ന റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്ന് തുടങ്ങി നമ്മൾ ഗ്രാമർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് താഴോട്ട് നമ്മുടെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ പ്രോപ്പർ ടോപ്പിക്സിലേക്ക് പോകാം. എല്ലാ ടോപ്പിക്കിനും നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും 2 മണിക്കൂർ വേണ്ട, നിങ്ങൾക്കൊരു കുറച്ച് സമയം മതി. ബാക്കി സമയം നിങ്ങൾ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യണം. ഇനി നമ്മുടെ ജനറൽ അവയർനെസ് ഏരിയ, ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത്. അവിടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പഠിച്ചങ്ങ് തീർക്കാം എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് അത്രയും വാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഡേയും ഓരോ സബ്ജക്റ്റിന് അലോട്ട് ചെയ്യുക. ഏതെങ്കിലും നല്ലൊരു ബുക്ക് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റോ കാര്യങ്ങളോ എല്ലാം തന്നെ നിങ്ങൾ തീർക്കുക. വൺസ് അത് തീർത്തതിന് ശേഷം വീണ്ടും അതിനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺസ് നിങ്ങൾ ആ ടോപ്പിക് അത്രയും സ്ട്രോങ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വലിയ ബുക്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻറ്റ് ഏതെങ്കിലും പബ്ലിക്കേഷൻ ബുക്സിലേക്കൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പൊളിറ്റി പഠിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പോകുന്നത് സിവിൽ സർവീസിൻ്റെ ലക്ഷ്മികാന്തിൻ്റെ ബുക്കിലേക്കായിരിക്കും ചിലപ്പം പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സിവിൽ സർവീസ് നല്ല പഠിക്കുന്നത്, നമ്മൾ ഈ SSCക്കാണ് പഠിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ നോളജ് വേണമെങ്കിലും ആ ഒരു ലെവൽ ഓഫ് ഡീപ്പ് നോളജ് നമുക്ക് വേണ്ട. ഇവിടെ SSCയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒറ്റ ഒരു ക്വസ്റ്റിനെ പൊളിറ്റിയിൽ നിന്ന് വരത്തുള്ളൂ. അതും നമുക്ക് ചിലപ്പം ചില ഷിഫ്റ്റുകളിൽ അത് കാണത്തു പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക ഓതേഴ്സിൻ്റെ ബുക്സിലേക്ക് പോകാതെ ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ബുക്സിൽ നിന്ന് കവർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ വലിയ ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ചെറിയ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ കൂടുതൽ നല്ലപോലെ മനസ്സിലാക്കാനും പറ്റും ആ വലിയ ബുക്സിനെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു ലെവലും നിങ്ങൾ നിൽക്കുന്ന ലെവലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാകും. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ ഒരു ജയന്റ് പെട്ടെന്ന് അങ്ങ് ഭയങ്കര സൂപ്പറായിട്ട് പഠിച്ചേക്കാന്ന് വിചാരിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും.
നമുക്ക് ആ പ്രീവിയസ് മിസ് പറഞ്ഞ പോലെ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ വലിയ മോക്ക് ടെസ്റ്റോ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ഒരു ടോപ്പിക്കാണ്. ബോർഡമസ് യൂസ് ചെയ്താൽ ആർക്കും ചെയ്യാൻ പറ്റും. സ്കൂളിൽ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കൊച്ചുങ്ങൾ ചെയ്യുന്ന കാര്യം. പക്ഷേ സ്റ്റിൽ നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന കുറേ പാറ്റേൺസ് ഉണ്ട്, കുറേ ഫെമിലിയർ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് എങ്കിലും പ്രീവിയസ് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റൻസ് ചെയ്യാനും നമ്മുടെ ആർട്ടിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റൻസോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, എറർ കറക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതുപോലെ ഫിസിക്സിന് നേരത്തെ നമ്മൾ പഠിച്ച ചാപ്റ്റർ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചാപ്റ്റർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഏരിയസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് നോക്കാനും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേൺ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ GS വരുമ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഒരു 10 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് GSൻ്റെ ഓരോ ടോപ്പിക്സും നിങ്ങൾ നോക്കി പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 150 ദിവസം ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 15 ദിവസം വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 15 ദിവസം നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടേ ബാക്കി അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സും തീരത്തില്ല, ബാക്കിയുള്ള സബ്ജക്റ്റും തീരത്തില്ല. ഫിസിക്സ് തീർന്ന അടുത്ത സബ്ജക്റ്റ് പോകുമ്പോൾ ഫിസിക്സ് മറന്നും പോകും. പക്ഷേ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഗ്യാപ്പ് കഴിയുമ്പോഴും വീണ്ടും എന്തായിക്കൊണ്ടേയിരിക്കും, ആ ടോപ്പിക് സൈക്കിൾ പോലെ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇതൊരു 20 ഡേയ്സ് ആണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ഡേയ്സിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 45 ഡേയ്സ് വരെയുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് ബേസിക്സിൽ കവർ ചെയ്യേണ്ട പ്ലാൻ. അപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളേഴ്സ് മാറുന്നത് കാണാൻ പറ്റും. നേരത്തെ ഇത്രയും കളർ ഇല്ലായിരുന്നു, ഇപ്പോൾ കളർ കൂടി. അപ്പോൾ ആ കളർ കൂടാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, വീണ്ടും ആ ടോപ്പിക് എന്തായി, റിപ്പീറ്റ് ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾജബ്ര ഒക്കെ വരുമ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ 3 ഡേയ്സ് ഇട്ടിട്ടുണ്ട്, ട്രിഗ്നോമെട്രി 3 ഡേയ്സ് വരുന്നുണ്ട്, മെൻസുറേഷൻ 3 ഡേയ്സ് വരുന്നുണ്ട്, ജോമെട്രി 5 ഡേയ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇത്രയും പഠിച്ച ടോപ്പിക്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസും അങ്ങനെയുള്ള ഏരിയാസും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അത് നിങ്ങളുടെ ടോപ്പിക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബിക്കോസ് അവിടെ ടോപ്പിക് വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും അറിയാവുന്ന ഏത് ടോപ്പിക്കാണ് നിങ്ങൾ വീക്ക് എന്നുള്ളത്. സെയിം നമുക്ക് റീസണിങ് കാണാൻ പറ്റും. നമ്മൾ ഇവിടത്തോടെ നമ്മുടെ റീസണിങ്ങിൻ്റെ ആദ്യത്തെ ബേസിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ റിവിഷൻ ആണ്. സെക്കൻഡ് റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം വീണ്ടും നമ്മൾ ആ ടോപ്പിക് മൊത്തം റിപ്പീറ്റ് ചെയ്യുക. അപ്പം വൺസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയും തീരുന്നുണ്ടോ, ഇല്ല, പിന്നെയും നമുക്കവിടെ 3 to 4 ഡേയ്സ് വീണ്ടും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇതിലും എന്തെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുള്ള ഏരിയാസോ ഡിഫിക്കൽട്ട് ഏരിയാസോ ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി. ഇംഗ്ലീഷും 42 ഡേയ്സ് കൊണ്ട് റീസണിംഗ് 2 സൈക്കിൾസ് കംപ്ലീറ്റ് ആവും. അതെ. സോ ഇനി ബാക്കിയുള്ള ദിവസം നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. എൻ്റെ ഇവിടെ പ്രാക്ടീസ് തീരുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ആക്ച്വലി. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴും ഇതാണ് ഈ ഒരു വൈറ്റ് കളർ തീരുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്തു, ഗ്രാമറും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള അതിൻ്റെ ഇംഗ്ലീഷിലെ ടോപ്പിക്സും നമ്മൾ അത്യാവശ്യം നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങൾ കാണാൻ പറ്റും ഇംഗ്ലീഷ് എത്ര വട്ടം റിപ്പീറ്റ് ആവുന്നുണ്ടെന്ന്. ഇംഗ്ലീഷിൻ്റെ ആ ടോപ്പിക് ഇവിടെ വീണ്ടും റിപ്പീറ്റായി, വീണ്ടും ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് മൊത്തം ഇവിടെ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ 45 ഡേയ്സിൽ തന്നെ ഗ്രാമറും ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സിനെ 3 വട്ടം നമ്മൾ റിപ്പീറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ GS നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് കംപ്ലീറ്റ്ലി ഒരു റിപ്പീറ്റേഷൻ പ്രോസസ്സിൽ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു 45 ഡേയ്സ് കൊണ്ട് അത്യാവശ്യം ബേസിക്സ് നമുക്ക് കവർ ചെയ്യാനും പല ടോപ്പിക്സിൻ്റെയും നമുക്ക് വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പ്രോപ്പർലി നമുക്ക് ബേസിക്സ് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്ലാൻ ഇതേപോലെ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ അഡ്വാൻസ് വർക്കൗട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അഡ്വാൻസ് വർക്കൗട്ട് ഇതേപോലെ തന്നെ ഒരു 45 ഡേയ്സ് പ്ലാനാണ്. നിങ്ങൾ കാണാൻ പറ്റും വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുന്ന പോലെ തന്നെയാണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്സിനൊക്കെ തന്നെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഒരു വട്ടം ചെയ്തങ്ങ് വിടുവല്ല, വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിപ്പീറ്റ് ആവുന്നുണ്ട്. സെയിം അതുപോലെ തന്നെ റീസണിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കത് ഇവിടെ ഇത്രയും ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് അഡ്വാൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുന്നു. ഇംഗ്ലീഷ് നിങ്ങൾ കാണാം ഇവിടെ ചെയ്തു തുടങ്ങി, വീണ്ടും റിപ്പീറ്റായി, വീണ്ടും ഇവിടുന്ന് വീണ്ടും റിപ്പീറ്റ് ആവുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ അഡ്വാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ എന്താ ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന മാത്സ് ആണെങ്കിൽ ആ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു 25 ക്വസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കാണും. അപ്പോൾ അത് നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ ആദ്യം നമ്മളത് ചിലപ്പം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 7 ക്വസ്റ്റിനോ 8 ക്വസ്റ്റിനോ നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു 15 മിനിറ്റ് ടൈമർ ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ 8 ക്വസ്റ്റിനോ 6 ക്വസ്റ്റിനോ ആണ് ചെയ്യുന്നത്, ഒരു കുഴപ്പമില്ല. ആദ്യ തവണ ചെയ്യുമ്പോൾ എല്ലാവരും അത്രേ ചെയ്യാറുള്ളൂ. അത് പലർക്കും അറിയത്തില്ല, പലരും അത് ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിർത്താറുണ്ട്. ഇങ്ങനല്ല, എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 6ഉം 7ഒക്കെ ചെയ്യാറുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചോ, നിങ്ങൾ ആദ്യ തവണ ചെയ്തപ്പോൾ നിങ്ങൾ 7നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ നിങ്ങൾ വളരെ നല്ല ഒരു ലെവലിൽ നിൽക്കുകയാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി.
ഇനി അവിടെ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പം വരെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ടുവേർഡ്സ് എൻഡ് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇനി അങ്ങോട്ട് ഓരോ സബ്ജക്റ്റിനെയും സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ സ്കോർ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ സ്കോർസ് നോട്ട് ചെയ്ത് പോകുന്നത് ആൻഡ് നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ആൻഡ് ഓരോ വട്ടം നിങ്ങൾ സെക്ഷണൽ മോക്ക് ചെയ്യുമ്പോഴും ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും എന്താ പറയുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ശരിയാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പർലി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വീണ്ടും നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, ഇമ്പ്രൂവ് ചെയ്തെടുക്കുക ആ വീക്ക് ഏരിയാസിനെ. സെയിം എല്ലാ സബ്ജക്ട്സിലും അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ തീർന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നോക്കിയാൽ മൊത്തം വീണ്ടും ഫുൾ കളർ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 2ാമത്തെ റിവിഷനാണ് മാത്സിൻ്റെ ആൻഡ് ഇത് 3ാമത്തെ റിവിഷൻ. അപ്പോൾ 3ാമത്തെ റിവിഷനിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും ചെയ്യുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റും കൂടുതൽ ക്വസ്റ്റൻസും വരുന്ന ഏരിയാസ് മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ ഇവിടെ വരുമ്പോഴും നമ്മുടെ റീസണിൻ്റെ 2ാമത്തെ ഇവിടെ കഴിയുന്നു, 3ാമത്തെ ഇവിടെ കഴിയുന്നു ആൻഡ് അതെ നമ്മൾ 4ാമത്തെ വട്ടമാണ് അത് അവിടെ ചെയ്യുന്നത്. 4ാമത്തെ വട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഏരിയാസ് മാത്രമേ നമ്മൾ അത് ചെയ്ത് തീർക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയ ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളതെന്ന് വിചാരിച്ചു ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ സെയിം ഇംഗ്ലീഷിൽ നിങ്ങൾ കാണാൻ പറ്റും. ഇതൊരു ഓൾമോസ്റ്റ് ഒരു എനിക്കൊന്ന് 2ാമത്തെ 3ാമത്തെ ആണ്, ദെൻ വീണ്ടും 4ാമത്തെ ആൻഡ് വീണ്ടും 5ാമത്തേത്. ആൻഡ് ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും. ആ കൗണ്ട് പോകുന്നത് ഏകദേശം ഒരു 45ഓളം സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും തീർത്തിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് 180 മോക്ക് ടെസ്റ്റുകൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും 4 സബ്ജക്റ്റോട് ചേർത്ത്. ആൻഡ് സെക്ഷണൽ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. 15 മിനിറ്റിൻ്റെ ടെസ്റ്റാണ്. ഒരു 10 മിനിറ്റ് വല്ലതും റിവ്യൂ ചെയ്യാൻ കൊടുത്താൽ പോലും ഒരെണ്ണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 20 തൊട്ട് 25 മിനിറ്റേ എടുക്കത്തുള്ളൂ. അങ്ങനെ 4 എണ്ണം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം 1/2 മണിക്കൂർ വെച്ച് പിടിച്ചാൽ പോലും 2 മണിക്കൂർ മാക്സിമം എടുക്കത്തുള്ളൂ. 2 മണിക്കൂർ എടുക്കത്തില്ല, അത് കുറവേ എടുക്കത്തുള്ളൂ. ഇനി ഇതും കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ ഇനിയുള്ള ശരിക്കുള്ള അഡ്വാൻസ് പ്രാക്ടീസ്. എന്നാൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വീക്കായിട്ടുള്ള ഏരിയാസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം വീക്ക് ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവിടുന്ന് മോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടുന്ന് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ മതി മോക്ക് ചെയ്യാൻ. നമ്മൾ 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട് റിവ്യൂ കൂടി ചേർത്തിട്ട്. അങ്ങനെ നിങ്ങൾ 2 മോക്ക് വെച്ച് ഡെയിലി ചെയ്തു തുടങ്ങുക. ഒരു സെപ്പറേറ്റ് 2 മണിക്കൂർ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ മോക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വീക്ക് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഇനി ചാപ്റ്റർ വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് നമ്മുടെ GSൻ്റെ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിർത്തത്തില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ പഠിച്ച് തീർന്നാലും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്യണമെന്ന് വീണ്ടും ഞാൻ പറയുന്നില്ല. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഞാനിപ്പം എനിക്ക് എപ്പോഴും എന്താ പറയുക ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ എൻ്റെ സ്കോർ നല്ല സ്കോർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇംഗ്ലീഷ് നിങ്ങൾക്ക് പതുക്കെ വേണമെങ്കിൽ നിർത്താം. എന്തുകൊണ്ടാണ് നമ്മൾ എവിടെ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട് ഓൾറെഡി, ഇനി ഫുൾ മോക്കിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷണൽ മോക്ക് ടെസ്റ്റിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കായിട്ടുള്ള ഏതെങ്കിലും സെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ദെൻ ഏറ്റവും ലാസ്റ്റിൽ ഇൻറ്റൻസീവ് പ്രാക്ടീസ് അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ 120 ഡേയ്സ് കഴിഞ്ഞു. ഇപ്പം ഇനി ആ 120 ഡേയ്സ് തൊട്ട് എക്സാമിൻ്റെ തലേന്ന് വരെ, ഇപ്പം നമ്മുടെ എക്സാം ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഫസ്റ്റ് ഡേ ആയിരിക്കത്തില്ലല്ലോ, ചിലപ്പോൾ ഒരാളുടെ എക്സാം 20ാം ദിവസം ആയിരിക്കും. അപ്പോൾ അത്രയും ഡേയ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഈ കാണുന്ന സംഭവം ഇൻറ്റൻസീവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 2 മോക്കിനെ നമ്മൾ എന്ത് ചെയ്തു, 3 മോക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ആ ഒരു 3 മോക്ക് ഡെയിലി ചെയ്ത് തന്നെ പോവുക. നമ്മുടെ GSൻ്റെ ഏരിയ അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തുകയും ചെയ്യല്. ആൻഡ് നമ്മുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ട. എക്സാം ടൈം ആകുമ്പോൾ മാക്സിമം ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഫുൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. എന്തെങ്കിലും വീക്ക് ഏരിയ ഉണ്ടെങ്കിൽ അത് നോക്കാൻ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മാറ്റി വെക്കുക. GSൻ്റെ ഏരിയ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് നിങ്ങൾ കാണാൻ പറ്റും. ഇതൊരു 150 ഡേയ്സിൻ്റെ പ്ലാനാണ് ഈ പോയിരിക്കുന്നത്. നിങ്ങൾ ഈ 150 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഏകദേശം 150 മോക്കാണ് തീർക്കാൻ പോകുന്നത്. 150 മോക്ക് ടെസ്റ്റുകൾ. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഞാൻ പറയുന്നില്ല. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാടായിട്ടുണ്ടായിരിക്കും. നമ്മൾ മിനിമം ഒരു 400 മേളിൽ പോയിട്ടുണ്ടായിരിക്കും സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എല്ലാം കൂടി. ഇത് കൂടാതെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 150 നിർത്തിയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് മേ ബി ഇനിയും എക്സ്ട്രാ ഒരുപാട് ഡേയ്സ് വന്നു എന്ന് വരാം. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് അതുപോലെ പ്ലാൻ ഒന്ന് റഫായിട്ട് നിങ്ങളുടെ രീതി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പഠിച്ച് തുടങ്ങാവുന്നതാണ്. ഇനി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് പലരും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് എല്ലാമാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. നമ്മളിപ്പം ഒത്തിരി നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തു, മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു. പക്ഷേ എക്സാം ഹാളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫൈനലി നമ്മുടെ റിസൾട്ട് മോക്ക് ടെസ്റ്റ് പോലെയല്ലല്ലോ. എത്ര മിനിറ്റ്സ് ഏതിന് കൊടുക്കണം, എങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയൽ സ്കോർ കിട്ടുക എന്നുള്ളൊരു ഡൗട്ടൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനുള്ള ആൻസറാണ് നമ്മളിവിടെ മിനിറ്റ് വെച്ചിട്ട് വരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് എക്സാമിൽ വളരെ കോമൺ ആയിട്ട് എക്സാമിൻ്റെ സമയമാകുമ്പോൾ എനിക്കൊന്ന് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പേക്ക് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ടെൻഷൻ വരും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു പകുതിയൊക്കെ ആയി നിൽക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞാൻ എക്സാമിന് മുമ്പ് എത്ര മോക്ക് ചെയ്യണം എന്ന്. എനിക്ക് തോന്നുന്നു ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റനാണ് എത്ര മോക്ക് ഞാൻ ചെയ്യണം എന്നുള്ളത്. സോ എത്ര മോക്ക് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നേരത്തെ ഇപ്പോൾ 150 മോക്ക് ചെയ്യണമെന്ന് കാണിച്ചു. 150 മോക്ക് ചെയ്യണമെന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ 400-500 സെഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ മോക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ എത്തേണ്ട ആ പോയിന്റ് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏകദേശം ഒരു സ്റ്റുഡൻറ്റിന് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോറൊക്കെ എത്താൻ തന്നെ ഒരു 70 to 80 മോക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ അവർ ഓൾമോസ്റ്റ് എത്താറുണ്ട്. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ. പക്ഷേ പലർക്കും അതിൽ കൂടുതലും എടുക്കാം. അപ്പോൾ അതിൽ കൂടുതൽ വന്നാൽ എവിടെ വരെ പോകാം എന്നുള്ളതാണ് നമ്മളിപ്പം കാണിച്ചത്. നിങ്ങൾക്ക് 150 വരെ പോകാനുള്ള സമയം അതിൻ്റെ അകത്ത് എന്തായാലും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ വരെ എത്ര മോക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര മോക്ക് എന്നുള്ളതല്ല, എത്ര മോക്ക് എവിടെ വരെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ 170+ ഔട്ട് ഓഫ് 200 കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മോക്ക് കിട്ടി ഞാൻ ഇനി നിർത്തിയേക്കാം, ഞാൻ ഇനി എന്തായാലും എക്സാം ക്ലിയർ ആവും, അങ്ങനല്ല. നിങ്ങൾക്കത് മിനിമം ഒരു 10 കൂടുതൽ മോക്കിലെങ്കിലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഈ 10 മോക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും ഒരു വട്ടം പോലും നിങ്ങളുടെ സ്കോർ 170 അടി പോവുകയോ ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓക്കെ, ഇനി എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യുന്നൊരു ഉറപ്പായിട്ട് ഒരു ലെവലിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോക്കിൽ നിന്ന് നിർത്തല്ല. നിങ്ങൾ പകുതി ഡേ ആയപ്പോൾ തന്നെ നിങ്ങൾ ആ റേഞ്ച് എത്തി, ഇനി എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇനി എനിക്ക് എന്തായാലും കിട്ടും എന്ന് വിചാരിച്ച് നിർത്തല്ല. എക്സാമിൻ്റെ തലേന്ന് വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 മോക്കിന് സ്ഥലത്ത് വേണമെങ്കിൽ 2 മോക്ക് ചെയ്താൽ മതിയായിരിക്കും, വലിയ കുഴപ്പം കാണത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ, എത്ര മോക്ക് ചെയ്യണം എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ. നിങ്ങൾ എത്ര മോക്ക് ചെയ്യുമ്പോഴോ 170+ എത്തുന്നോ നിങ്ങൾക്ക് അപ്പം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ഞാൻ എത്ര സെഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം, സെഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ സെഷണൽ മോക്ക് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത് നമ്മുടെ ഓരോ സെക്ഷനിലെ സ്കോർസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സെക്ഷനിലെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുമ്പം എവിടെ വരെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ സെഷണൽ മോക്ക് ടെസ്റ്റ് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എപ്പം നിർത്താം, നിങ്ങൾ ഓൾറെഡി ഫുൾ മോക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ സെഷണൽ മോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ആവശ്യമുണ്ട് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇനി എവിടെ വരെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റന്റ് ഏരിയയിൽ 25 ഒരു 23, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണത്തിലല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെഷണൽ മോക്ക് ടെസ്റ്റ് മാത്സിൻ്റെ നിർത്താം. ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. അതേപോലെ സെയിം റീസണിങ്ങിലും നിങ്ങൾക്ക് 23+ ഔട്ട് ഓഫ് 25 കൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ നിർത്താം. ഇംഗ്ലീഷ് ആയാലും നിങ്ങൾക്ക് 22 to 23 വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിർത്താം. ആൻഡ് GS 15 എഴുതുന്നത് തന്നെ വളരെ നല്ല സ്കോറാണ്. നമ്മുടെ GS എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ്, നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 15+ കിട്ടിയത് തന്നെ നിങ്ങൾക്ക് അതൊരു നല്ല സ്കോറാണ്. പക്ഷേ GS എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബിക്കോസ് നമ്മൾ എത്ര കൂടുതൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോകുന്നത് അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചെല്ലുമ്പോൾ. നിങ്ങൾ ലേൺ ചെയ്യാണ് ഇപ്പം GS-ൻ്റെയും ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ ആ ആൻസർ പുതിയതായിട്ട് ലേൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം വരെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോളജ് നിങ്ങൾ അറിയാതെ തന്നെ പുതിയ നോളജ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും. അതേപോലെ ലാസ്റ്റ് നമ്മുടെ ടൈം മാനേജ്മെന്റ് മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് വിചാരിക്കുന്നതാണ് 1 മണിക്കൂർ 4 സബ്ജക്റ്റ് 15 മിനിറ്റ് ഈക്വലി എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാം എന്നൊരു ആംഗിളിൽ ചെയ്തു പോകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടൈം പാറ്റേൺ ഉണ്ട്. പക്ഷേ ആ പാറ്റേൺ എക്സാമിൽ ചെന്നിട്ടും അല്ല ചെയ്യേണ്ടത്, അത് നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ എക്സാമിന് ചെല്ലുമ്പോൾ അത് അഡ്ജസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GS-ൻ്റെ ഏരിയ നമ്മൾ ചെയ്യാൻ വേണ്ടി 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട സമയം 4.5 മിനിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ മാക്സിമം എടുക്കുകയാണെങ്കിലും ഒരു 5 മിനിറ്റ് വരെ എടുക്കാവൂ, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 7 തൊട്ട് 8 മിനിറ്റത്തോളം നിങ്ങൾക്ക് എടുക്കും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് 5 മിനിറ്റിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എടുക്കേണ്ട ഒരു സമയം 10 തൊട്ട് 12 മിനിറ്റാണ് ഇംഗ്ലീഷിൽ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മേ ബി ഒരു 15-16 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്ത് 12 മിനിറ്റിലേക്ക് കൊണ്ടുവരണം. പിന്നെ റീസണിലേക്ക് വരുമ്പം റീസണിങ്ങിലും നമ്മൾ എടുക്കേണ്ട സമയം 15 മിനിറ്റാണ് എടുക്കേണ്ട സമയം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 20-25 മിനിറ്റ് വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രയും എടുക്കല്ല, നമ്മളത് 15 മിനിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് ഫൈനലി മാത്സ് 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാലും ശരിയാവാത്ത ഒരു ഏരിയ ആണ് മാത്സ്. ഓക്കെ, 1 മണിക്കൂർ കിട്ടിയാലും ഞാൻ എഴുതി തീരാറില്ല. പക്ഷേ അങ്ങനല്ല, നിങ്ങൾ അതിനെ ഒരു 15 തൊട്ട് 20 മിനിറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. അത് ഒരുപാട് ഈ ഒരു 2 ഏരിയ നിങ്ങൾ ഈ പറഞ്ഞ 2 ഏരിയ നിങ്ങൾ ഈ ഒരു ടൈം ലിമിറ്റിൽ കൊണ്ടുവരാൻ വലിയ പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ 2 ഏരിയ നിങ്ങൾ ആ ടൈം ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് അധികം സമയം എടുക്കും. എനിക്ക് അത് വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എത്തും. നമ്മൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് നമ്മൾ മിക്കവാറും കിട്ടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസറും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാനുമായി. അപ്പം
എസ്പെഷ്യലി ഈ വർഷം പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ, ഈ ഒരു വർഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. പലരും പല പ്രൈവറ്റ് ജോബിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയതിനു ശേഷം പിന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, ഇത് റിയലൈസ് ചെയ്ത് വീക്കെൻഡിലൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഫുൾ ടൈമിലേക്ക് ആക്കി മാറ്റാറുണ്ട്. സോ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് വേക്കൻസീസ് ഉള്ളൊരു സമയമാണ്. ഡെഫിനറ്റ്ലി ഒരു ട്രൈ കൊടുക്കുക. ഇപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ ഒരു ഏജ് കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പറ്റിയെന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ചെയ്യുക. അപ്പോൾ സാറ് പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എക്സൽ ഷീറ്റിൽ സാർ നല്ല ടൈം എടുത്ത് ശരിക്കും നന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ സ്ട്രാറ്റജി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും. ഇനി അതല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും, ഇതിൻ്റെ ഷീറ്റ് അടക്കം അവൈലബിൾ ആയിരിക്കും. സോ അത് നോക്കുക, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് കറക്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇൻ്റർചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക. പേഴ്സണൽ സജഷൻ അതിൽ പോലും നിങ്ങൾ സമയം കളയണ്ട, കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് അത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക. ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് പഠിക്കാനുള്ള ഒരു. ഇനി നിങ്ങൾ ഈ പ്ലാൻ്റെ അകത്ത് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ആ പ്ലാൻ്റെ അകത്ത് ഇനി ആഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആ സൈഡിൽ കിടന്ന ഡേയ്സിന്റെ സൈഡിലായിട്ട് ഡേറ്റ് കൂടി ഇടുക. നിങ്ങളുടെ ഡേറ്റ് കൂടി ഇടുക. നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു നാളെ തുടങ്ങുന്നു എന്നുള്ള ഡേറ്റ് കൂടി ഇടുക. അതുകൂടി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ അത് മസ്റ്റ് ആയിട്ടും എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. CGLന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് വീക്കർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം, വീക്കർ ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യണം എന്നൊക്കെ അല്ലേ. അപ്പോൾ ആ ഫീച്ചേഴ്സ് വരെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടഡ് ആണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളും ക്വിസുകളും. നിങ്ങൾ എത്ര സെക്കൻഡ് ഏത് ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യുന്നു എന്നതടക്കം, നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് റിപ്പോർട്ട് അടക്കം നിങ്ങൾക്ക് AI ജനറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് നോക്കി സമയം വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ട്രാക്ക് കീപ്പ് ചെയ്യേണ്ട ആപ്പ് ചെയ്തോളും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അടക്കം വന്നിട്ടുണ്ട്, ലൈവ് ക്ലാസ്സസ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ബാച്ചസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മറക്കണ്ട. സോ നമ്മുടെ ഈ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, ഒരു ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലറിൻ്റെ ഒരു ഫ്രീ സെഷൻ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കോഴ്സസ് ഒക്കെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കാനും ഇതേ നമ്പർ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.